രാഷ്ട്രീയ പോരിന് വിവാദങ്ങൾക്കുമിടയിൽ തമിഴ്നാട്ടിൽ വിജയ് സർക്കാരിന്റെ ആദ്യ സമ്പൂർണ്ണ ബഡ്ജറ്റ് ഇന്നാണ്. രാവിലെ 10 മണിക്ക് ധനകാര്യമന്ത്രി എൻ മാരി വിൽസൺ ബഡ്ജറ്റ് അവതരിപ്പിക്കും. പ്രതിപക്ഷ നേതാവായിട്ടുള്ള ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സഭയിൽ കടുത്ത പ്രതിഷേധത്തിന് സാധ്യതയുണ്ട്. പ്രതിപക്ഷത്തെ രാഷ്ട്രീയമായി വേട്ടയാടുകയാണ് സർക്കാർ എന്നാണ് DMKയുടെ ആരോപണം. പരാതിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടി മാത്രമാണെന്ന് വിശദീകരിക്കുന്നുണ്ട് സർക്കാരും പോലീസും. TG സജിത്ത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ നിന്ന്. സജിത്ത്, ഈ കാര്യങ്ങൾ എന്താണെങ്കിലും അതിനാടകീയമാണ്. ഒരു പുത്തൻ തിരൈപ്പടം പോലെ തമിഴ്നാട്ടിൽ കലങ്ങി മറയുന്ന രാഷ്ട്രീയ സാഹചര്യം, അത് ദ്വയാർത്ഥ പ്രയോഗത്തിലാണ് ആ കസ്റ്റഡി എടുക്കൽ എന്നുള്ളതൊക്കെ അവിടെ നിൽക്കട്ടെ, അതിന് രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നുമുണ്ട് DMK. അപ്പോൾ ഇന്ന് വിജയ് സർക്കാർ ആദ്യ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിന് എത്തുമ്പോൾ സഭയിൽ എന്ത് പ്രതീക്ഷിക്കണം? അതാണ് എൽദോ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കം. തമിഴക രാഷ്ട്രീയത്തിൽ എന്തും രാഷ്ട്രീയ സാധ്യതകളാണ്. വിജയ് സർക്കാരിനെതിരെ പുതിയ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് DMK. അവർക്കതുകൊണ്ട് വീണ് കിട്ടുന്ന ഒരു അവസരമായി ഈ ഇന്നലത്തെ അറസ്റ്റും തുടർ നീക്കങ്ങളും മാറുമോ എന്നതാണ് കണ്ടറിയേണ്ടത്. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നും ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തുകൊണ്ടുള്ള യാത്ര പോലും വലിയ തരത്തിൽ പ്രവർത്തകരുടെ പ്രതിഷേധത്തിനും DMKയുടെ ഒരു വലിയ തരത്തിലുള്ള രാഷ്ട്രീയ നീക്കത്തിനും ഇടവച്ചിരുന്നു. ഇതിൻ്റെ ഒരു പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് സർക്കാർ ഉദയനിധി സ്റ്റാലിൻ്റെ അറസ്റ്റ് ആവശ്യം, കസ്റ്റഡി ആവശ്യം പോലും ഉന്നയിക്കാത്തത്. തുടർന്നാണ് കോടതിയിൽ നിന്നും ജാമ്യം കിട്ടുകയും അന്വേഷണവുമായി സഹകരിക്കണമെന്ന കോടതി നിർദ്ദേശവുമൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം ബജറ്റ് സമ്മേളനത്തിനിടയിൽ സംഭവിക്കാൻ പോകുന്നത് ഈ വിഷയത്തിൻ്റെ അതേ പ്രതിഫലനം സഭയിലും ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. TVK പ്രതിനിധികൾ ഉദയനിധി സ്റ്റാലിൻ നടത്തിയ ദ്വയാർത്ഥ പരാമർശം ഉന്നയിക്കും. പക്ഷേ അതിനുമപ്പുറം തങ്ങൾ സംസ്ഥാനത്തിൻ്റെ പൊതു ആവശ്യത്തിന് വേണ്ടി കാവേരി വിഷയമാണ് ഇവർ ഉന്നയിച്ചത്. അതുകൊണ്ട് കാവേരി വളരെ വൈകാരിക വിഷയമാണ്. തമിഴകത്ത് എപ്പോഴും ജലതർക്കങ്ങൾ, ജലവുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെ വലിയ തരത്തിലുള്ള വൈകാരിക വിഷയങ്ങൾ ആയിട്ടുള്ളതാണ് മുൻകാല ചരിത്രം. അതിൻ്റെ ഒരു ആവർത്തനം കൂടി ഉണ്ടാവും. അപ്പോൾ DMK സ്വാഭാവികമായും ഇപ്പോഴത്തെ വിവാദങ്ങൾ അവരുടെ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ ശ്രമിച്ചേക്കും. അത്തരം നീക്കങ്ങൾ ഉണ്ടാവാം. പ്രതിപക്ഷ നേതാവെന്ന രീതിയിൽ ഉദയനിധി സ്റ്റാലിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ഈ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട നീക്കം കൂടിയായി ഇത് മാറുകയാണ്. അതേസമയം വിജയ് എന്ന മുഖ്യമന്ത്രി ഈ വിഷയങ്ങളെ എങ്ങനെ നേരിടുമെന്നതും പ്രധാനപ്പെട്ടതാണ്. ഇന്നലത്തെ അറസ്റ്റ് നീക്കങ്ങൾ യഥാർത്ഥത്തിൽ പൊളിറ്റിക്കലി വലിയ നഷ്ടമുണ്ടാക്കുമെന്ന് വിലയിരുത്തൽ TVK കേന്ദ്രങ്ങൾക്കുണ്ട്. ഇതിനെ തുടർന്നാണ് പിന്നീട് ഉദയനിധി സ്റ്റാലിനെ കസ്റ്റഡി വേണ്ട എന്ന നിലപാടിലേക്ക് പ്രോസിക്യൂഷൻ മാറിയതിൻ്റെയും കാരണം. എന്തായാലും ഇന്ന് സഭയിലെടുക്കാൻ പോകുന്ന നിലപാടുകൾ ശ്രദ്ധേയമാണ്. തമിഴ്നാട് നിയമസഭ ഇന്ന് നിർണായക നാടകീയ നിമിഷങ്ങൾക്ക് വേദിയാകുമെന്ന് ഉറപ്പാണ്. അത്തരം നീക്കങ്ങൾ തന്നെ വേണം അവിടെ നിന്ന് പ്രതീക്ഷിക്കാൻ. കാവേരി വിഷയത്തിൽ തമിഴ്നാട്ടിലെ വിജയ് സർക്കാരിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്കാണ് DMK ലക്ഷ്യമിടുന്നത്. അതിൻ്റെ തുടർ നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. നിയമസഭയിൽ അതിൻ്റെ ആവർത്തനമുണ്ടാകും. നാടകീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. ഉറപ്പായിട്ട് നാടകീയ നീക്കങ്ങൾ പ്രതീക്ഷിക്കാം. തമിഴ്നാട്ടിൽ ഇന്ന് സഭയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്തൊക്കെയാണെന്ന് സീൻ ബൈ സീൻ തന്നെ കാത്തിരിക്കേണ്ട ത്രില്ലർ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. തമിഴ്നാട് രാഷ്ട്രീയം അങ്ങനെയാണ് എല്ലാ കാലത്തും ദൃശ്യങ്ങൾ സമ്മാനിച്ചിട്ടുള്ളത്. TG സജിത്താണ് വിവരങ്ങൾ നൽകിയത്.